എടി മാളു, ഇത് എന്ത് വേഷാടി? നമ്മൾ ഫാൻസി ഡ്രസ്സിനോ മറ്റോ പോവാണോ? ഡി ചോദിച്ചേട്ടില്ലേ, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണോ പോകുന്നതെന്ന്? ഈ ഡ്രസ് ഇട്ടാണ് നീ ബീച്ചിലേക്ക് വരുന്നേച്ചാ നീ വരണ്ട. അവളുടെ കോലം നോക്ക്. എന്തുവാടി ഇത്? ബീച്ചിലോട്ടാ പോകുന്നത്. ഞാൻ നിന്നോട് അപ്പോഴും പല പ്രാവശ്യം പറഞ്ഞതാ സിമ്പിൾ ആയിട്ടുള്ള ലുക്കിൽ വന്നാ മതിന്ന്. ഡി നീ ഒന്ന് സമാധാനിക്ക്. അവൾ ഇത്ര കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ് ഇട്ടുന്നുള്ളല്ലോ, അത് പോയി മാറ്റിയാ പോരെ. അതിനെന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ ഞാൻ ദേഷ്യപ്പെടാതെ ബീച്ചിൽ പോകുമ്പോ ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് വേണം പോവാൻ. അവളോട് ഞാൻ പറഞ്ഞതാ പല പ്രാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ് ഇട്ട് വരാൻ. എന്നിട്ട് അവൾ ഇട്ട് വന്നിരിക്കണ നോക്ക്. അമ്മ, അത് പിന്നെ എന്നോട് ഈ ക്ലാര പറഞ്ഞതാണ് ഈ ഡ്രസ് ഇടാൻ. അവൾ ഇങ്ങനത്തെ ഡ്രസ് ആയിരുന്നു ഇട്ടിരുന്നത്. എന്നിട്ട് അവളെ ഒന്ന് നോക്കി നോക്ക്, അവള് നിന്റെ പോലെയുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അല്ല മമ്മി, ഞാൻ സത്യാ പറയുന്നത്. എന്നോട് ക്ലാരയാ പറഞ്ഞത് നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ് ഇടാൻ. ഞാൻ ഫസ്റ്റ് സിമ്പിൾ ലുക്ക് ആയിട്ടുള്ള ഡ്രസ് തന്നെ ഇട്ട് വന്നത്. അപ്പോഴാ ക്ലാര പറഞ്ഞത്, ആന്റി പറഞ്ഞു നല്ല ഹെവി ആയിട്ടുള്ള ഡ്രസ് ഇടാൻ, അതുകൊണ്ട് നീയും ഹെവി ആയിട്ടുള്ള ഡ്രസ് ഇടുന്നു. അപ്പൊ ഞാൻ ഇട്ടതാ മമ്മി. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഇവള് കള്ളം പറയാ. ഇവള് ഈ ഡ്രസ് ഇട്ടപ്പോ അവൾക്ക് വഴക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി അവള് നുണ പറയാ. അതെനിക്ക് മനസ്സിലായി ക്ലാരെ. മര്യാദക്ക് നീ പോയി ഈ ഡ്രസ് മാറ്റി വന്നോ, അല്ലെങ്കിൽ നീ ഞങ്ങളെ കൂടെ വരണ്ട. ഡി നീ അങ്ങനെയൊന്നും പറയില്ല. അവളെ ഈ ഡ്രസ് മാറ്റി വന്നോളൂ. മോളെ മാളു, നീ പോയിട്ട് ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നേ. ഓക്കേ ആന്റി. നീ എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട്? ബീച്ചിലോട്ടല്ലേ പോണത്, അപ്പൊ അങ്ങനത്തെ ഡ്രസ് ഇട്ടാലൊന്നും കുഴപ്പമില്ല. അത് പിന്നെ ഞാൻ അവളോട് കുറെ പ്രാവശ്യം പറഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ് ഇട്ടാ മതിന്ന്. എന്നിട്ട് അവള് ചെയ്തത് നോക്ക്. ബീച്ചിലോട്ട് പോകുമ്പോ ഇത്ര ഹെവി ആയിട്ടുള്ള ഡ്രസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ ചെന്നാ ബീച്ചിലൊക്കെ കളിക്കുന്ന സമയത്ത് അവളുടെ കാലിൽ വേണ്ടില്ല ഒരു ഷൂ, അതൊക്കെ എഴിച്ച് വെച്ചിട്ട് വേണ്ടി വരും കളിക്കാൻ. അതും ശരിയാണ്, പക്ഷേ നീ ഇത്ര വഴക്ക് പറയണ്ടായിരുന്നു അവളെ. അതൊന്നും കുഴപ്പമില്ല. ഇനി അവളെ എത്ര ടൈം എടുക്കുന്നാവോ റെഡി ആവാന്? അഞ്ജലി റെഡി ആയിരുന്നിട്ട് കുറെ ടൈമായി കാണും. അതെ. അമ്മേ, എന്നാ നമുക്ക് പോവാ. നീ റെഡിയായി വന്നോ? എന്നാ വാ. അടിപൊളിയായിട്ടുണ്ട് ഈ ബീച്ച് കാണാൻ. വേഗം വാ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്നാ വേഗം വാ, പോവാ. മക്കളെ സൂക്ഷിച്ചു പോ. പിങ്കി മക്കളൊക്കെ ശ്രദ്ധിക്കണട്ടോ. ഓക്കെ അമ്മേ. അവരുടെ ഒക്കെ ഒരു സന്തോഷം നോക്കേ. ശരിയാ. ഇവിടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നമുക്ക് ബീച്ചിൽ ഇറങ്ങിയാലോ? അത് നല്ല ഐഡിയ ചേച്ചി, നമുക്ക് ഇറങ്ങാവാ. എന്നാ ഞാൻ തന്നെ ആദ്യം ഇറങ്ങാം. എന്നാ അങ്ങനെ ആവട്ടെ, സച്ചിനെ ആദ്യം ഇറങ്ങും. ഞാൻ ഇറങ്ങാൻ പോവാണേ. 3, 2, 1 സ്റ്റാർട്ട്. ഞാൻ ഇറങ്ങി, ഇനി നിങ്ങൾ ഇറങ്ങ്. എന്നാ വാ, നമുക്ക് 3 പേർക്കും ഇറങ്ങാം. അല്ല ക്ലാര, നീ എന്താ ഇറങ്ങാത്തെ? ഈ ചേച്ചി എന്തിനാ അവളുടെ കാര്യമൊക്കെ അന്വേഷിക്കുന്നത്? അവൾ ഇറങ്ങുന്നില്ലെങ്കിൽ വേണ്ട. അവൾ എനിക്കിട്ട് പണി തന്ന് പോയവളവള്. ഞാൻ വിചാരിച്ചു അവൾ നല്ലവളായിന്ന്. അയ്യോ, ഞാൻ ഇറങ്ങുന്നില്ല, എനിക്ക് പേടിയാ. അയ്യോ, ഇതിനൊക്കെ എന്തിനാ നീ പേടിക്കുന്നേ? അയ്യോ, അവൾക്ക് ബീച്ചിൽ ഇറങ്ങാൻ പേടിയാ. എന്തായാലും അവൾക്കിട്ടൊരു പണി കൊടുക്കാനുള്ള ചാൻസ് തന്നെ ഇത്. ക്ലാരെ, നീ പേടിക്കണ്ട, വാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാം. വാ ക്ലാരെ. അയ്യോ, എന്നോട് സച്ചി ബീച്ചിൽ ഇറങ്ങാനല്ലേ പറഞ്ഞു. എന്നാ ഞാൻ എന്തായാലും ഇറങ്ങും.